ബിലാൽ റളിയല്ലാഹു അൻഹു അനുമതി കൊടുത്തില്ല. അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അനുമതി കൊടുത്തു കണ്ടു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ കിടക്കുകയാണ് മസ്ജിദുൻ നബവിയിൽ. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് സലാം ചൊല്ലി, നബിയേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം ചൊല്ലുമ്പോ ആദരവായ റസൂലുള്ളാഹി കടന്ന ഭാഗത്ത് നിന്ന് റസൂലുള്ളാഹി എഴുന്നേറ്റു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ കാണുന്നത് എന്താ? ലോകത്തിന്റെ നായകനായ റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങുന്ന ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണുമ്പോ, അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങുന്ന സമയത്ത് ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണുമ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹിച്ചില്ല. അല്ലാഹുവിന്റെ റസൂല് മടത്തരിയുടെ മകൾ ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് കിടക്കുകയാ. റസൂലുള്ളാഹിയുടെ റിസാലത്തിന്റെ ഭൂശരീരത്തിൽ ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണുമ്പോ तेरी फर्श है वही भूरिया, तेरी जिस्म में पाक पी कुकुबा होगी तार तार है जा बजा, तेरी जिंदगी तेरी कमाल है सल्लू अलैहि व आलिहि सल्लू अलैहि व आलिहि. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബായ അങ്ങ് ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിനെ അംഗീകരിക്കാത്ത കിസ്റയും കൈസറും ഒക്കെ സ്വർണത്തിന്റെ കട്ടിലിൽ കിടന്നുറങ്ങുകയല്ലേ നബിയേ? അവര് സ്വർണ്ണ ചഷകത്തിൽ പാനം ചെയ്യുകയല്ലേ? അല്ലാഹുവിന്റെ തിരുദൂതരെ സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്റെ ശബ്ദം കേൾക്കാനെത്തിയ സഹോദരങ്ങളോട് സമൂഹത്തോട് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ എന്തിനാ ഉമറേ പരിതപിക്കുന്നത്? എന്തിനാ ഈ ദുനിയാവിന് സ്വർണ്ണക്കട്ടിലിൽ കിടന്നുറങ്ങണോ? അതല്ല, നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലിൽ കിടന്നുറങ്ങണോ? ഏതാ ഉമറേ വേണ്ടത്? ഏതാ ഉമറേ വേണ്ടത്? ഈ ദുനിയാവോ അതല്ല സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടില് വേണോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് തിരുദൂതരെ നാളെ